മിസോറാം വഴി അനധികൃതമായി മ്യാൻമറിലേക്ക് കടന്ന് ഭീകര സംഘടനകൾക്ക് ആയുധ പരിശീലനം, ഡ്രോൺ സാങ്കേതിക വിദ്യ ഇവയൊക്കെ നൽകുന്ന വിദേശ റാക്കറ്റുകൾ ഇന്ത്യയിൽ പല ഭാഗത്തും വ്യാപകമാവുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം എൻഐയുടെ കസ്റ്റഡിയിലായ ഒരു സംഘത്തിൽ നിന്നും ലഭിച്ചത് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ. ഗദ്ദാഫിയെ വീഴ്ത്തിയ മാത്യു വാൻ ഡൈക്ക് 6 യുക്രൈൻ പൗരന്മാരെയും ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയത് കൊൽക്കത്ത, ലഖ്നൌ, ദില്ലി വിമാനത്താവളങ്ങളിൽ നിന്നാണ്. കൊൽക്കത്ത, ലഖ്നൌ, ദില്ലി വിമാനത്താവളങ്ങളിൽ നിന്നാണ് മിസോറാം വഴി അനധികൃതമായി മ്യാൻമറിലേക്ക് കടന്ന് ഭീകര സംഘടനകൾക്ക് ആയുധ പരിശീലനവും ഡ്രോൺ സാങ്കേതിക വിദ്യയും കൈമാറാൻ ശ്രമിച്ചത്. സായുധ പോരാട്ടങ്ങളിലൂടെ പല വിദേശ രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് വാൻ ഡൈക്ക്. വാൻ ഡൈക്കിന്റെ അറസ്റ്റ് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. ഭാരതത്തിൽ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുകയാണ്. ആ അവസരത്തിൽ നടന്ന ഈ നീക്കം രാജ്യത്തിനെതിരായ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നും NIA പരിശോധിക്കുന്നു. ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിൽ മുഅമ്മർ ഗദ്ദാഫി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിമതർക്കൊപ്പം ചേർന്ന് പട നയിച്ചതോടെയാണ് മാത്യു വാൻ ഡൈക്ക് എന്ന പേര് ലോക ശ്രദ്ധ നേടുന്നത്. ഇറാഖിലെ ഐസിസ് വിരുദ്ധ പോരാട്ടം, സിറിയൻ സിവിൽ വാർ, റഷ്യക്കെതിരായ ഉക്രൈൻ പടയാളികളുടെ പരിശീലനം തുടങ്ങി ലോകത്തെ പ്രധാന സംഘർഷ മേഖലകളിലെല്ലാം ഇയാൾ ഒരു നിഴൽ സാന്നിധ്യമായിരുന്നു. സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ എന്ന പേരിൽ സ്വന്തം സൈനിക പരിശീലന കേന്ദ്രം ഇയാൾക്കുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായ CIA അനൌദ്യോഗിക ചാരനാണെന്ന ആരോപണവും ശക്തമാണ്. ഔദ്യോഗികമായ പദവികളില്ല എങ്കിലും അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏത് രാജ്യത്തും നുഴഞ്ഞു കയറി കലാപമുണ്ടാക്കാൻ കഴിവുള്ള ഇയാൾ ഒരു ഇന്റർനാഷണൽ ദുരന്തർ ആണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മിസോറാം പോലുള്ള നിയന്ത്രിത മേഖലകളിൽ പാസ്പോർട്ട് നിയമങ്ങളൊക്കെ ലംഘിച്ച് നുഴഞ്ഞു കയറിയ ഈ സംഘം മണിപ്പൂരിലെ കുക്കി വിമതർ ഉൾപ്പെടെയുള്ള സായുധ ഗ്രൂപ്പുകൾക്കാണ് ഡ്രോൺ ആക്രമണങ്ങളിൽ പരിശീലനം നൽകിയത് എന്നാണ് NIA കണ്ടെത്തിയത്. യൂറോപ്പിൽ നിന്നും ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യാനും ജാമിംഗ് സാങ്കേതിക വിദ്യ കൈമാറാനും ഇവർക്ക് പദ്ധതിയുണ്ടായിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വംശീയ കലാപങ്ങൾ ആളിപ്പടർത്താനും ഭാരതത്തിന്റെ അതിർത്തികളെ അസ്ഥിരപ്പെടുത്താനുമുള്ള ഈ വിദേശ നീക്കം NIAയുടെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് പരാജയപ്പെട്ടത്. പ്രതികളെ ദില്ലി പട്യാല ഹൗസ് കോടതി 11 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മിക്ക വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമാണ്. വിദേശികൾക്ക് നിയന്ത്രിത ഏരിയ പെർമിറ്റ് അല്ലെങ്കിൽ സംരക്ഷിത ഏരിയ പെർമിറ്റ് നിർബന്ധമായും വേണം. 7 വിദേശികൾ വംശീയ സായുധ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുകയും പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന് NIA ആരോപിക്കുന്നു. ഈ EAGകൾക്ക് വടക്ക് കിഴക്കൻ മേഖലയിലെ വിമത സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് NIA പറയുന്നു. ഡ്രോൺ യുദ്ധം, പ്രവർത്തനങ്ങൾ, അസംബ്ലി, ജാമിംഗ് സാങ്കേതിക വിദ്യ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മ്യാൻമാറിലെ പരിശീലന ക്യാമ്പുകളെ പിന്തുണയ്ക്കുന്നതിനായി യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ വിതരണം ചെയ്യാനും തീവ്രവാദികളെ പരിശീലിപ്പിക്കാനും സംഘം പദ്ധതിയിട്ടിരുന്നതായി NIA ആരോപിച്ചു. NIAയുടെ ഓപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ അറസ്റ്റ് മാത്യു വാൻ ഡൈക്കിന്റേതാണ്. ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ അദ്ദേഹം നിരവധി തൊപ്പികൾ ധരിക്കുന്ന വ്യക്തിയാണത്രേ. കൂടാതെ ഒരു കൂലിപ്പണിക്കാരൻ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അന്താരാഷ്ട്ര സുരക്ഷാ വിശകലന വിദഗ്ധൻ, യുദ്ധ പരിചയ സമ്പന്നൻ, ഡോക്യുമെന്ററി ഫിലിം മേക്കർ, സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ എന്നീ നിലകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. 2011 ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിലാണ് വാൻ ഡൈക്ക് ആദ്യമായി പ്രാധാന്യം നേടുന്നത്. ലിബിയയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ മുഅമ്മർ ഗദ്ദാഫിയുടെ ഭരണകൂടത്തിനെതിരെ പോരാടുന്ന വിമത നാഷണൽ ലിബറേഷൻ ആർമിയിൽ ഒരു വിദേശ പോരാളിയായ വാൻ ഡൈക്ക് ചേർന്നു. സംഘർഷ മേഖലകളിൽ വാൻ ഡൈക്കിന് വിപുലമായ പരിചയമുണ്ട്. ഇറാഖിൽ ISനെതിരെ പോരാടി സിറിയയിലെ പ്രക്ഷോഭങ്ങളെ സഹായിച്ചു. 2022 ആരംഭിക്കുന്ന റഷ്യൻ അധിനിവേശത്തിനെതിരെ ഉക്രൈൻ സേനയിൽ ചേർന്നു. ലിവവ്, കൈവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉക്രൈനിയൻ സിവിലിയന്മാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വേണ്ടി അദ്ദേഹം പരിശീലന പരിപാടികൾ നടത്തുകയും ഉക്രൈനിൽ ഉപയോഗിക്കുന്നതിനായി കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ പോലുള്ള നൂതന ആശയങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇന്ത്യൻ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മ്യാൻമാറിലെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തെ ബന്ധിപ്പിച്ചിരിക്കുന്ന നിലവിലെ NIA കേസിൽ വിശദാംശങ്ങൾ ഇപ്പോഴും അന്വേഷണത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.